And welcome to the new video. In this video, I'll be discussing about previous university year question paper. In this one, I'll be focusing on the question paper, supplementary question paper, in September 2020. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് വിത്ത് ഡ്രാഫ്റ്റ് സ്കീം വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാനും കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽ സൊല്യൂഷൻ അല്ല ഉദ്ദേശിക്കുന്നത് എങ്ങനെ ആൻസർ ചെയ്യാം എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിവിഷൻ വരുന്നത് എന്നുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു എല്ലാ പ്രോബ്ലത്തിൻ്റെയും പ്രോബ്ലംസ് ആണ് കുറേ ഉള്ളത് കുറച്ച് തിയറി ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു വീഡിയോ വളരെ വലുതാക്കുന്നില്ല ഇവിടെ കറക്റ്റ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ് എന്തിൻ്റെ ബേസിലാണ് മാർക്സ് വരുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് കമ്പ്യൂട്ടിംഗ് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം calculate the number of multiplication needed in the calculation of DFT using FFT algorithm with 32 point sequence. സോ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പം നമുക്കറിയാം എല്ലാം 5 മാർക്കിൻ്റെ ആദ്യത്തെ പാർട്ടാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ആൻസർ ചെയ്യാം അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ വായിച്ചത് അപ്പോൾ അതിൽ 2 പാർട്ട് ഉണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാർക്ക് വരുള്ളൂ അതിന് ഡീറ്റെയിൽ ആയിട്ട് പാരഗ്രാഫ്സ് ഒന്നും എഴുതേണ്ടി വരില്ല ആ പോയിന്റ് ടു ദ പോയിന്റ് എഴുതിയാൽ മതി ആൻസർ സോ ഫസ്റ്റ് വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് കമ്പ്യൂട്ടിംഗ് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്തിനാണ് ഈ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം കമ്പ്യൂട്ട് ചെയ്യുന്നത് രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് 32 പോയിന്റ് സീക്വൻസിൻ്റെ നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നീഡഡ് ആണ് അപ്പോൾ നമുക്കറിയാം ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ എന്താ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഫാസ്റ്റ് ആക്കുന്നത് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ DFT ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ളത് ഓർമ്മ വരണം അത് പിന്നെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഓൾറെഡി തന്നിട്ടുണ്ട് അതിൻ്റെ അടിയിൽ DFT യൂസിങ് FFT എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് റിലേറ്റ് ചെയ്യുന്നത് ഈ DFT ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്ത് കുറച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻസും അഡീഷൻസും ആ ഒരു പോയിന്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 or 3 മാർക്സ് കിട്ടും ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഡിവിഷൻ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ FFT is a method of computing DFT with reduced number of multiplications and addition. ഈ ഒരു പോയിന്റ് മതി അവിടെ അതിനാണ് 3 മാർക്സ് വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതുക ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതായത് 32 പോയിന്റ് സീക്വൻസ് നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നീഡഡ് ജസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ആൻസർ കിട്ടുന്നതാണ് അപ്പോൾ അതും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഞാൻ ഇവിടെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇത് 2 ടൈപ്പിലാണ് ചോദിക്കാറ് സോ ഒന്ന് വായിക്കാം ആദ്യം ചെക്ക് വെദർ ദ ഫോളോയിങ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഓഫ് ലീനിയർ ഫേസ് ജസ്റ്റിഫൈ യുവർ ആൻസർ h of z equal to 1/2 plus z raised to minus 1 plus 1/2 z raised to minus 2 into 1 plus 1/3 z raised to minus 1 plus z raised to minus 2 അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താ ഫംഗ്ഷൻ h of z തന്നിട്ടുണ്ട് അത് ലീനിയർ ഫേസ് ആണെന്നുള്ളത് ലീനിയർ ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം IIR-നായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണെന്ന് ഓൾറെഡി അറിയാം അപ്പം അതിൽ ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ ലീനിയർ ഫേസിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിനെ വിത്ത് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് വെച്ചിട്ട് റിയലൈസ് ചെയ്യാനാണ് ചോദിക്കുക അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് നോർമലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം ചിലതിൽ 2 വരും 2 വന്നു കഴിഞ്ഞാൽ 10 മാർക്ക് കിട്ടും ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വലുതായിട്ടൊന്നും ചെയ്യാനില്ല നമുക്കിത് ലീനിയർ ഫേസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടുള്ളൂ ലീനിയർ ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കണ്ടീഷൻ ആ സിമ്മട്രി കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് അതായത് നമുക്കിത് ഇങ്ങനെ എഴുതിയാൽ പറ്റില്ല എന്തായാലും ഇതിനെന്ത് ചെയ്യേണ്ടി വരും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം എന്നിട്ട് അതിൻ്റെ കോഎഫിഷ്യൻസ് ഓരോ ഓർഡറിൽ ഫസ്റ്റത്തേൻ്റെയും ലാസ്റ്റത്തേൻ്റെയും പവറുകൾ ഒരു എന്താ പറയുക കോൺസ്റ്റൻറ്റ് ടു സെഡിൻ്റെ നെഗറ്റീവ് പവേഴ്സ് കൂടി പോകുന്ന രീതിയിൽ എഴുതിയിട്ട് നോക്കുക സെയിം കോഎഫിഷ്യൻസ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ ഫേസ് എന്ന് പറയും ശരിക്കും അത് അതിൻ്റെ y(n) ആ ഒരു ഫോർമാറ്റിലോട്ട് എഴുതിയിട്ട് വേണം അങ്ങനെ എഴുതാൻ ഇതിൻ്റെ സ്കീം എന്താ പറഞ്ഞിട്ട് നോക്കാം സോ ഫൈൻഡിങ് h of z ആസ് സിംഗിൾ പോളിനോമിയൽ അതിനൊരു മാർക്കുണ്ട് ജസ്റ്റ് ആ h of z ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എന്തായാലും ഈ ലീനിയർ ഫേസ് അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എക്സ്പാൻഡ് ചെയ്യാണ് മൾട്ടിപ്ലൈ ആണ് ആ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഒരു മാർക്കുണ്ട് ഇനി അതിൻ്റെ ആൻസർ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും സിമെട്രി ഉണ്ട് എങ്കിൽ യെസ് എന്നുള്ളത് ആ സിമെട്രിയിൽ നിന്ന് നോക്കി പറയുന്നതിനാണ് 2 മാർക്ക് ഇനി ആസ് h(n) ഈസ് സിമെട്രിക് h(n) സിമെട്രിക് ആണ് എന്നുള്ളതാണ് അതിൻ്റെ റീസൺ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 2 മാർക്ക് കിട്ടും അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ h of z മാത്രം മതി ആ h of z വെച്ചിട്ട് പ്രോപ്പറായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ അതിന് മാർക്ക് കിട്ടും h(n)ലേക്ക് എഴുതാനാണെങ്കിലും ബുദ്ധിമുട്ടില്ല അപ്പോൾ രണ്ടും എഴുതുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് ഡിസ്കസ് ഒന്ന് ചെയ്യാം ഈ ഒരു ഇത് മാത്രം അപ്പോൾ നമുക്ക് കയ്യിലുള്ളത് h of z ഇതാണ് എടുക്കുന്നത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക പ്രത്യേകിച്ചൊന്നുമില്ല
ഓരോ ടേമുകൾ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ 1/2 വെച്ചിട്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ 1/2 പ്ലസ് 1/6 z⁻²-1. അതായത് ഫസ്റ്റ് ടേം എടുത്തിട്ട് ഇതിലത്തെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 1/2 z⁻²-2. അതേപോലെ അടുത്ത ടേം z⁻1 വെച്ചിട്ട് z⁻1 പ്ലസ് 1/3 z⁻2 പ്ലസ് z⁻3 പ്ലസ് അടുത്ത് 1/2 z⁻2 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണത്. സോ 1/2 z⁻2 പ്ലസ് 1/6 z⁻3 പ്ലസ് 1/2 z⁻4. ഇപ്പോൾ ഇത്രയാണ് വരിക. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കോൺസ്റ്റന്റ് തൊട്ട് സെറ്റിന്റെ -4 വരെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഓർഡറിൽ എഴുതുക. കോൺസ്റ്റന്റ് എന്തേ വരുള്ളൂ, എന്തായാലും ഒരു കോൺസ്റ്റന്റ് വരുള്ളൂ. അത് 1/2 പ്ലസ് z⁻1ന്റെ ടേമുകൾ. ഒരു ടേം ഇവിടെ ഉണ്ട്, അടുത്ത ടേം ഇവിടെ ഉണ്ട്. ഈ രണ്ട് ടേമുകൾ കമ്പൈൻ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1/6 പ്ലസ് 1 7/6. സോ 7/6 z⁻1 പ്ലസ് ഇനി z⁻2-ന്റെ ടേമുകൾ. ഒരു z⁻2ന്റെ ടേം ഉണ്ട്, ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ 1/2 പ്ലസ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? 1 ആയി. പ്ലസ് 1/3 4/3 z⁻2 പ്ലസ് ഇനി അടുത്തത് z⁻3യുടെ ടേമുകളാണ്. ഒരു ടേം ഇവിടെ ഉണ്ട്, ഒരു ടേം ഇവിടെ ഉണ്ട്. സോ 1 പ്ലസ് 1/6 7/6 z⁻3 പ്ലസ് z⁻4ന്റെ ഒറ്റ ടേം ഉള്ളൂ 1/2 z⁻4. അപ്പോൾ ഇതാണ്, ഇത് ചെയ്യുന്നതിനാണ് ഒരു മാർക്ക്. h(z) നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക, ഇനി ഈ ഓർഡറിലെ കോഎഫിഷ്യൻസ് നോക്കിയാൽ മതി. 1/2 7/6 7/6 നടുവിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്കിത് സിമെട്രിയാണ് h(z). അതുകൊണ്ട് എന്താണ് ഇത് ലീനിയർ ഫേസ് ആണെന്ന് പറയാം. അപ്പോൾ അതിൽ മുന്നേ വേണമെങ്കിൽ ഇതിൽ നിന്ന് ടേക്കിംഗ് ഇൻവേഴ്സ് z ട്രാൻസ്ഫോം എടുത്ത് നമുക്ക് h(n) എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. ടേക്കിംഗ് ഇൻവേഴ്സ് z ട്രാൻസ്ഫോം അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ h(z)ന്റെ ഇൻവേഴ്സ് എടുത്താൽ h(n) വരും. കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. z⁻1 വന്ന് ഇത് ശരിക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതുക. അതായത് ശരിക്കും നമുക്കിത് എന്താ പറയാം, h(z) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുന്നതിന് പകരം ശരിക്കും എഴുതേണ്ടത് ഇങ്ങനെയാണ്. h(z) എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ y(z)/x(z) ആണ് അല്ലെ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇത് ഈക്വൽ ടു ആണ് ഈ ടേം വരിക. അതായത് വരിക ഇതിൽ ശരിക്കും ചെയ്യേണ്ട ഈ x(z) കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എന്തെടുക്കാൻ, നമ്മൾ ഇൻവേഴ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻവേഴ്സ് എടുക്കുകയാണ് വേണ്ടത്. സോ അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരിക y(n) ഈക്വൽ ടു, അതാണ് കിട്ടുക. y(n) ഈക്വൽ ടു എല്ലാറ്റിലും x(z) ഉണ്ടാവും. അപ്പോൾ ഇൻവേഴ്സ് എടുക്കുമ്പോൾ x(n) വരും. പ്ലസ് ഇവിടെ കോൺസ്റ്റന്റ് അതേപോലെ തന്നെ എഴുതും. z⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് ആണ്, നമുക്കറിയാം. x(n-1) വരും. ഒരെണ്ണം വന്നാൽ n-1, z⁻2 വന്നാൽ n-2. ആ രീതിയിൽ അറിയുന്ന കാര്യമാണ്. x(n-2) പ്ലസ് 7/6 x(n-3) പ്ലസ് 1/2 x(n-4). ഈ രീതിക്കാണ്. ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഇത് സിമെട്രി കാരണമാണ് വരുന്നത് പറയാം, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ പറഞ്ഞാലും മതി. എന്താ മാർക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം ഇത് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൗ S-plane ഈസ് മാപ്പ് ടു Z-plane യൂസിങ് ഇമ്പൾസ് ഇൻവാരിയൻസ് ട്രാൻസ്ഫോം. കമന്റ് ഓൺ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഫിൽട്ടർ ആഫ്റ്റർ ദിസ് ട്രാൻസ്ഫോർമേഷൻ. ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ആ വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം. എൻ്റെ ആൻസർ കീയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാപ്പിംഗ് ഡീറ്റെയിൽസിനെ പറയുന്നത് 3 മാർക്ക്, സ്റ്റെബിലിറ്റി കമന്റ് ചെയ്യുന്നതിന് 2 മാർക്ക്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം പറ്റാറ് പലപ്പോഴും നമ്മളെ മാപ്പിംഗ് ഡീറ്റെയിൽസ് പറയും, അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കില്ല, എന്താ അതിൻ്റെ സ്റ്റെബിലിറ്റിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ അത് ആൻസർ ചെയ്യാൻ പോകും. അങ്ങനെ നോക്കരുത്, ഫുള്ളായിട്ട് ആൻസർ ചെയ്യുക ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ഗിബ്സ് ഫിനോമിനൻ ഇൻ കണക്ഷൻ വിത്ത് FIR ഫിൽട്ടർ ഡിസൈൻ? ഹൗ ഇറ്റ്സ് എഫക്റ്റ് ക്യാൻ ബി റെഡ്യൂസ്. ഇപ്പോൾ ഗിബ്സ് ഫിനോമിനൻ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുള്ളതാണ് FIR ഫിൽട്ടർ ഡിസൈനിൽ. അതിൻ്റെ എങ്ങനെ എഫക്റ്റ് കുറയ്ക്കാമെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ എന്താ പറയുക, ഗിബ്സ് ഫിനോമിനൻ വിത്ത് ഡയഗ്രത്തിനാണ് 3 മാർക്ക്. അത് എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന പറയുന്നതിനാണ് 2 മാർക്ക് വരുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഗിബ്സ് ഫിനോമിനൻ മാത്രം പറഞ്ഞു നിർത്തരുത്, അതിൻ്റെ റെമഡിയും കൂടിയും പറയണം. നെക്സ്റ്റ്,
Explain product quantization error and obtain the quantization noise model for a second order system. അപ്പോൾ പ്രൊഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ എന്താന്ന് പറയും വേണം, ക്വാണ്ടൈസേഷൻ മോഡൽ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ക്വാണ്ടൈസേഷൻ മോഡലും വേണം. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 3 മാർക്സ് ആണ്. ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡലിൻ്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഡയഗ്രാം വരച്ചാൽ മതി, അതിനാണ് എത്ര മാർക്ക് 2 മാർക്ക് വരുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, മുന്നത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. Then what is truncation? What is the error caused due to truncation of a number to b bits? അപ്പോൾ ട്രങ്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ക്വാണ്ടിസേഷനിൽ ഒരു മെത്തേഡാണ് ട്രങ്കേഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് നമ്മൾ പറയാം. ട്രങ്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ എത്ര ബിറ്റ്സ് വെച്ചാണ് ട്രങ്കേറ്റ് ചെയ്യുന്നത്, അതിന് ശേഷം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. ഇനി അതുകൊണ്ടുള്ള എറർ, അത് നമ്മളവിടെ പല കേസുകളിലെയും എററും ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ട്രങ്കേഷൻ കാരണമുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് ആ എക്സ്പ്ലനേഷൻ 2.5 മാർക്കാണ്. ട്രങ്കേഷൻ എന്താണെന്ന് പറയുന്നത്, ആ എക്സ്പ്രഷൻ ഒന്ന് ഡിറൈവ് ചെയ്യണതിന് 2.5 മാർക്കാണ്. മുന്നത്തെ വീഡിയോസ് കാണുക. ദെൻ വാട്ട് ആർ ദ മെമ്മറി ആൻഡ് IO സ്പേസസ് യൂസ്ഡ് ഇൻ TMS 320C24X പ്രോസസ്സർ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. അത് എക്സ്പ്ലനേഷൻ മുഴുവനായിട്ട് പറയാം, അത് വേറെ ഒന്നുമില്ല, ഇക്വേഷൻസോ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാ പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്യുക. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതവിടെ എഴുതുക. ദെൻ എക്സ്പ്ലെയിൻ ഇൻറപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ, മൈക്രോസ്റ്റാക്ക്, സ്കെയിലിംഗ് ഷിഫ്റ്റേഴ്സ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് അറിഞ്ഞിട്ട് ചെയ്യുക. കാരണം ഇൻറപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മൈക്രോസ്റ്റാക്ക്, സ്കെയിലിംഗ് ഷിഫ്റ്റേഴ്സ്, ഇതൊക്കെ ആ ഒരു 5 മാർക്കിൻ്റെ 3 പോർഷൻ ആണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. അപ്പോൾ അതിൽ ഡിവിഷൻ വരുന്നത് സ്കെയിലിംഗ് ഷിഫ്റ്റേഴ്സിനാണ് 2 മാർക്ക്, ബാക്കിയുള്ളതിനൊക്കെ 1.5 മാർക്കുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താ പറയുക, ഇപ്പോൾ ഫ്ലാഗ് രജിസ്റ്റർ ജസ്റ്റ് വരച്ച് കാണിക്കണമെങ്കിൽ വരച്ച് കാണിക്കുക, എന്നിട്ട് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി. അത്രയാണ് പാർട്ട് എ. നെക്സ്റ്റ് പാർട്ട് ബിയിലേക്ക് വരാം. ആൻസർ എനി 2 full questions, ഈച്ച് ക്യാരീസ് 10 മാർക്സ്. ഇപ്പോൾ മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം കൂടിയിട്ടുള്ള 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 3 ഉണ്ടാവും, 2 ആൻസർ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് വരുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് ട്രാൻസ്ഫോം വരും, അത് DIF ആയിരിക്കാം, DIT ആയിരിക്കാം. ഡെസിമേഷൻ ഫ്രീക്വൻസി ആവും, ഡെസിമേഷൻ ഇൻ ടൈം ആവാം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഡെസിമേഷൻ ഇൻ ടൈം ചോദിച്ച് ഫ്രീക്വൻസി ചെയ്യരുത്, ഫ്രീക്വൻസി ചോദിച്ചിട്ട് ടൈം ചെയ്യരുത്. പിന്നെ അതുപോലെ ചില കേസിൽ ഇൻവേഴ്സും ചോദിക്കാം. അപ്പോൾ അത് ക്വസ്റ്റ്യൻ കറക്റ്റ് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ അതിൽ തന്നെ ഇനിയിപ്പോൾ എല്ലായിടത്തേക്കൊന്നും എത്തിയില്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്ക് കിട്ടും. അവിടെ മെയിനായിട്ടുള്ള കാര്യം DIF ചോദിച്ചു കഴിഞ്ഞാൽ DIF ചെയ്യുക എന്നുള്ളതാണ്. അല്ല എൻ്റെ DIT ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്ക് കിട്ടില്ല. ഇതിലത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അതിൽ മുന്നേ പിന്നെ വരുന്നത് ഇത് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് വരുന്ന കാര്യമാണ്. പിന്നെ സെക്കൻഡ് മോഡ്യൂളിൽ എന്തായാലും റിയലൈസേഷൻ ആണ് മെയിനായിട്ടുള്ളത്. അത് റിയലൈസേഷൻ തന്നെയായിരിക്കും വരിക. അപ്പോൾ അതിൽ കോമൺ റിയലൈസേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് IIRലാണെങ്കിൽ ഡയറക്റ്റ് ഫോം 1, ഡയറക്റ്റ് ഫോം 2, കാസ്കേഡ്, പാരലൽ, ഇതാണ് മെയിനായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ, സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ മറ്റേതിൻ്റെ ആണെങ്കിൽ ലീനിയർ ഫേസ് റിയലൈസേഷൻ, അത് ഇവിടെ വരാം, അല്ലെങ്കിൽ മുന്നേ 5 മാർക്ക് ക്വസ്റ്റിൻ്റെ അവിടെ ആയിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുവിധം മാർക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. Given x of n equal to 1, 2, 3, 4, 4, 3, 2, 1, find x of k using DIF FFT algorithm. Decimation in frequency fast Fourier transform algorithm വെച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതവിടെ ശ്രദ്ധിക്കണം. നമ്മൾ ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസിയും ഡെസിമേഷൻ ടൈമും സംഭവങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസിനെ നേരെ ആ ഒരു ഫ്ലോ ഡയഗ്രത്തിനെ അല്ലെങ്കിൽ ആ സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെ ജസ്റ്റ് മിറർ ഇമേജ് എടുത്തിട്ട് വരച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഡെസിമേഷൻ ഇൻ ടൈം കിട്ടുക. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ ഡെസിമേഷൻ ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഡയറക്റ്റ് ഓർഡറിൽ കൊടുക്കാം. X0, X1, X2, X3 എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറിൽ, അതായത് ഈ തന്ന ഓർഡറിൽ നേരെ എടുത്ത് കൊടുക്കാം. അതിൻ്റെ ആൻസറാണ് ബിറ്റ് റിവേഴ്സ്ഡ് ആയിട്ട് വരിക. പക്ഷേ ഡെസിമേഷൻ ഇൻ ടൈം ആണെങ്കിൽ നേരെ അതിൻ്റെ മിറർ ഇമേജ് എടുത്തിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, മിറർ ഇമേജ് എടുത്തിട്ടാണ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മൾ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ വേണ്ടി വരും കൊടുക്കാൻ. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിന് മാർക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നോക്കാം. കംപ്ലീറ്റ് ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കറക്റ്റായിട്ട് പോയാൽ ആൻസർ കിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ആ ഡയഗ്രാം കറക്റ്റായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. മിനിമം 3 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. സോ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് 3 മാർക്സ് ആണ്. വിത്ത് ആ Wയും നെഗറ്റീവ് സൈനും ആരോസും ഒക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ 3 മാർക്ക് അതിന് കിട്ടും. ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സ്, ജസ്റ്റ് ആ കാൽക്കുലേഷൻ സ്റ്റെപ്സിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളതിന് 3 മാർക്ക് ഉണ്ട്. ഫൈനൽ നമ്മളുടെ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 4 മാർക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ 10 മാർക്ക് ഡിവൈഡ് ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. X of n equal to 1, 2, 3, 4, 4, 3, 2, 1. അപ്പോൾ നമ്മുടെ ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ആണെങ്കിൽ ഇൻപുട്ട് നമുക്ക് കറക്റ്റ് ഓർഡറിൽ ഇവിടെ കൊടുക്കാം. കറക്റ്റ് ഓർഡർ ആയിട്ട് തന്നെയാണ് നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമുക്ക് കറക്റ്റ് വാല്യൂസ് ഇത് 1,
2 3 4 4 3 2 1 എന്നുള്ള രീതിയിൽ കൊടുക്കണം. ഓക്കെ, ഇവിടെ നിന്ന് പോകുന്നത് താഴേക്കാണ്, കുറഞ്ഞിട്ടാണ് ഇതിൽ പോവുക. നമ്മൾ ഡെസിമേഷൻ ഇൻ ടൈമിലാണെങ്കിൽ പോവുക എന്നുള്ളത് ഓർക്കണം. അതായത് 8 4 2 എന്നുള്ളതാണ് ഇതിൻ്റെ ഓർഡർ, ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി. ഓക്കെ, ഇതിൻ്റെ മിറർ ഇമേജ് ആണ് ഡെസിമേഷൻ ഇൻ ടൈം എന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ റിവേഴ്സ് ഇതിലാണ് ഉണ്ടാവുക, 2 4 8 ഓർഡറിലാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ പറയാം, ഞാൻ പറയാം. അപ്പോൾ അതിൽ മുന്നേ തൽക്കാലം നമുക്ക് ഇതൊന്ന് നോക്കാം. ഇപ്പോൾ ഈ ഓർഡറിൽ എഴുതി. ഇനി കളക്ട് ചെയ്യണത് ഗ്രൂപ്പ് ആക്കണത് പകുതി വെച്ചിട്ടാണ്, ടോപ്പ് 4ഉം ബോട്ടം 4ഉം. ഫസ്റ്റത്തിൽ നിന്ന് 5th നമ്മൾ കണക്ഷൻ ലൈൻ, സെക്കൻഡിൽ നിന്ന് 6th, തേർഡിൽ നിന്ന് 7th, അടുത്തുനിന്ന് 8th വരച്ചു. അപ്പോൾ ഇതിലെ താഴത്തെ 4 അവിടെ നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? -1 -1 -1. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ എലമെന്റ് വെച്ച് മൾട്ടിപ്ലൈ ഉണ്ട്. ഇപ്പോൾ ഇവിടെ WN0 എന്ന് പറഞ്ഞാൽ ഇവിടെ 8 ആണ്, 8 പോയിന്റ് ആണല്ലോ. അപ്പോൾ W80 W81 W82 W83 എന്ന രീതിയിൽ എഴുതും. അപ്പോൾ 8 ആയി തന്നെ നമുക്ക് W80 W81 W82 W83 വാല്യൂസ് വേണം. അത് ആദ്യം തന്നെ എഴുതി വെച്ചിട്ട് വേണം തുടങ്ങാൻ. ഓൾറെഡി നമുക്ക് DAFന്റെ പ്രോബ്ലം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇനി അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ആദ്യം ഈ കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെയൊക്കെ വരിക സമ്മാണ് വരിക, കാരണം ഇതൊക്കെ മേലോട്ടാണ് പോകുന്നത്, ഒന്നും നെഗറ്റീവ് ഇല്ല. അപ്പോൾ ഇതൊക്കെ പ്ലസ് ആണ്, A+B. ഇപ്പോൾ എയും ബിയും ആണ് എലമെന്റ്സ് എടുക്കണമെങ്കിൽ ഇവിടെയൊക്കെ വരിക A+B 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 എന്നുള്ള രീതിയിൽ വരിക. താഴത്തെ ഇവിടെയൊക്കെയാണ് മൈനസുകൾ വരിക. മേലെന്ന് വരുന്ന ടേം മൈനസ് ഇവിടുന്ന് വരുന്ന ടേം, മേലെന്ന് വരുന്ന ടേം മൈനസ് ഇവിടുന്ന് വരുന്ന ടേം. അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കുക. ഇവിടെയൊക്കെ സമ്മ് ചെയ്താൽ 4 പിന്നെ 4 മൈനസ് ചെയ്യുക. ആ മൈനസ് ചെയ്ത് തന്നെ ഈ W ടേം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അടുത്ത ലെവലിലേക്ക് എടുക്കാൻ. ഓക്കെ, ഇപ്പോൾ താഴത്തെ ഇതിലാണ് ആ പ്രശ്നം വരുന്നത്, മേലത്തേൽ ഡയറക്റ്റ് ആണ് എടുക്കണത്. വീണ്ടും ഇവിടെ എന്താ നമ്മൾ 4 ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ 2 2, ഫസ്റ്റത്തിൽ നിന്ന് 3rd, സെക്കൻഡിൽ നിന്ന് 4th. താഴത്തെ 2 -1, അതേപോലെ തന്നെ താഴെയും വരും. അപ്പോൾ ആ -1 കഴിഞ്ഞിട്ടുള്ളതിന് മാത്രം മതി നമുക്ക് എന്ത് W ടൈം. അപ്പോൾ ഇവിടെ ശരിക്കും n/2 0 n/2 1 ആണ്. അങ്ങനെ നമുക്ക് നോക്കണ്ട. W80 W82 W80 W82 അത് എടുത്താൽ മതി. ലാസ്റ്റ് വരുമ്പോൾ 2 ഗ്രൂപ്പാണ്, താഴത്തേന് -1. അപ്പോൾ WN/4 0 ആണ്. അത് ഈക്വൽ ടു W എന്താ 80 അത്ര എടുത്താൽ മതി. നമ്മൾ W80 എന്നുള്ള രീതിയിലാണ് എടുക്കുക. ഇത് W80 ആൻഡ് W82 എല്ലാം സെയിം ബേസിലേക്ക് തന്നെ നമുക്ക് ആക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടായിരുന്നു W80 W81 W82 W83 അതിൻ്റെ വാല്യൂസ് അവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കും. ഇപ്പോൾ ഇവിടെ ഫൈനൽ കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് ഇവിടെ ആൻസർ ബിറ്റ് റിവേഴ്സ്ഡ് ആയിട്ടാണ് എന്ത് കിട്ടുക, ആൻസർ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിലാണ് വരിക. സോ ഫൈനൽ ആൻസർ ഇവിടെ നിന്ന് എടുത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതണം. ആദ്യം x0 എഴുതണം, അത് കഴിഞ്ഞിട്ട് ഏതാ x1 എഴുതണം, ദെൻ x2 x3 അത് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. ഇപ്പോൾ ജസ്റ്റ് ഈ ഫിഗർ വരച്ചതിന് 3 മാർക്കാണ്. അപ്പോൾ അതിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് കാൽക്കുലേഷൻ ആണ് പഠിത്തം 3 മാർക്ക്, ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കുന്നതിനാണ് 4 മാർക്ക്. ഓക്കെ, അപ്പോൾ അത് സെപ്പറേറ്റ് നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് താഴെ എഴുതണമെങ്കിൽ എഴുതാം. കാൽക്കുലേഷൻ ഇവിടെ എഴുതിയാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കറക്റ്റായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ DIT ആണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു മിറർ ഇമേജ് ഇതിനെ അങ്ങോട്ട് മറിച്ചിടുന്നതായിട്ട് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത് നേരെ തിരിഞ്ഞ് അങ്ങോട്ട് പോകും. അപ്പോൾ എന്താവും, ഇൻപുട്ട് സൈഡ് ആയിട്ട് ഈ സാധനം മാറും. ഇപ്പോൾ ഇവിടെ ബിറ്റ് റിവേഴ്സ്ഡ് ആയിട്ടാണ് ഇൻപുട്ട് വരിക. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഈ സാധനം ഇങ്ങനെയത് അങ്ങോട്ട് തിരിയുമ്പോൾ ആദ്യമാണല്ലോ കാണുക. അപ്പോൾ നമ്മുടെ ഈ W ടേം ആദ്യമാണ് വരിക. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ് താഴത്തെ എലമെന്റ് മൈനസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അല്ലാണ്ട് അത് കഴിഞ്ഞതിന് ശേഷമല്ല. അതേപോലെ ഇവിടെയും ഒക്കെ അതിനെ ആദ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുക. അതാണ് അതിലത്തെ ഒരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, how will you compute linear convolution using DFTs? Linear convolution using DFT നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ ചെയ്യേണ്ടത്. അതായത് ഗിവൺ x1n ആണ് ഒരെണ്ണം m ലെങ്ത് ഉള്ള വിചാരിക്കുക, x2n n ലെങ്ത് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലീനിയർ കൺവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m+n-1 ടേംസ് ആണ് വരേണ്ടത്. പക്ഷെ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്തിക്കണം m+n-1. ഇപ്പോൾ x1n ആൻഡ് x2n വിത്ത് പാഡ് ചെയ്തു, എന്നിട്ട് എന്താക്കുക m+n-1 ലെങ്ത് ആക്കുക. അപ്പോൾ നമുക്കറിയാം രണ്ടും സെയിം ലെങ്ത് ആക്കുക. എന്നിട്ട് എന്ത് കാണുക, x1kയും കാണുക x2kയും കാണുക. x3k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ്, അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, x3n കിട്ടും x3kയുടെ. അതാണ് അവിടുത്തെ സ്റ്റെപ്സ്. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി. ഇത് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ, എക്സാമ്പിൾ കാണിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് അവിടെ കിട്ടും.
രണ്ട് സീക്വൻസിൽ രണ്ട് ഡിഫറെൻറ്റ് ലെങ്ത്തിലാണുള്ളതാണ് എടുക്കുക, ഒന്ന് എമ്മും എന്നും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ലീനിയർ കൺവല്യൂഷൻ m + n - 1 ആണ്. അപ്പോൾ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം, സീറോ പാഡിങ് ചെയ്യണം എമ്മിനെയും എന്നിനെയും ടു m + n - 1 ടേംസ്. എന്നിട്ട് x1n x1k കാണുക, x2n x2k കാണുക. അതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് x3k കിട്ടും. ബൈ പ്രോപ്പർട്ടി ഓഫ് കൺവല്യൂഷൻ ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് x3n കിട്ടും. അപ്പോൾ അത്രയാണ് അതിൽ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി. ദെൻ അത് 5 മാർക്ക്. അടുത്ത 5 മാർക്ക്, റിയലൈസ് ദ ഫോളോയിങ് സിസ്റ്റം ഫംഗ്ഷൻ യൂസിങ് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ്. സോ വീണ്ടും വന്നു, ഞാൻ നേരത്തെ ഇതിൽ 5 മാർക്കിന് സെയിം ഇത് ചോദിച്ചിട്ടുണ്ട്. ലീനിയർ ഫേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് വെച്ച് റിയലൈസ് ചെയ്യാൻ പറഞ്ഞു. ഇത് രണ്ടിനും സ്റ്റെപ്സ് കാര്യങ്ങൾ സെയിം ആണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ വെച്ച് നമുക്ക് എന്ത് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, FARലെ ലീനിയർ ഫേസ് റിയലൈസേഷൻ ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്നതിനാണ് 1 മാർക്ക്. FAR ലീനിയർ ഫേസ് റിയലൈസേഷൻ എന്നുള്ളത് ജസ്റ്റ് കീ ഒന്ന് നോക്കാം. റിയലൈസേഷൻ ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ കീ ഇല്ല. അപ്പോൾ റിയലൈസേഷൻ FAR എന്താ ലീനിയർ ഫേസ് എന്ന് പറയുന്നതിനാണ് 1 മാർക്ക്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് റിയലൈസേഷൻ വിത്ത് മിനിമം നമ്പർ ഓഫ് multipliers can be achieved by linear phase realization. അപ്പോൾ അതായത് തന്നെ പറയാം, എന്നിട്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ചെയ്യാനൊന്നുമില്ല, h of z എന്ത് ചെയ്യാന്നുള്ളതാണ്. h of z നമുക്ക് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടുള്ളൂ. നേരത്തെ പോലെ തന്നെ പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും, 1 + 1/4 z⁻⁻1 + z⁻⁻2 plus 1/2 z⁻⁻1 plus 1/8 z⁻⁻2 plus 1/2 z⁻⁻2 plus z⁻⁻2 plus 1/4 z⁻⁻3 plus 1/2 z⁻⁻4 ഇതാണ് വരിക. ഇതിൽ കോമൺ ടേംസിനെ കമ്പൈൻ ചെയ്യുക, സിമിലർ ടേംസിനെ കമ്പൈൻ ചെയ്യുക. കോൺസ്റ്റന്റ് ഒന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 1 + 1/4 z⁻⁻1 ടേമുകൾ നോക്കുക. ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ടാവും. സോ 1/4 plus 1/2 ആണ്. എന്ത് വരും, 3/4 z⁻⁻1 പ്ലസ് അടുത്ത z⁻⁻2 ടേമുകളാണ് ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്ത് വരും, 3/4 വരും പ്ലസ് എന്തും കൂടി വരും 3/4 അല്ലേ. 3/4 അല്ല, നമുക്കിവിടെ വരുന്നത് സം ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, 1 + 1/2 plus 1/8 ഇതാണ് സം ചെയ്യേണ്ടത്. ഇവിടെ 8 എൽസിയം എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും, 8 + 4 + 1 എന്താ 13/8 വരും. സോ 13/8 z⁻⁻2. z⁻⁻3യുടെ ടേമുകൾ നമ്മൾ നോക്കേണ്ടി വരും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതിൽ ഒന്ന് നോക്കാം. 1 2 3 ഇതിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് z⁻⁻3 എന്ന് എഴുതിയത് മാറിപ്പോയി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു z⁻⁻2 എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്നത് ഏതൊക്കെയാണ്, 1 plus 1/8 പ്ലസ് വീണ്ടും 1 തന്നെയാണ്. അപ്പോൾ 2 + 1/8 ആണ് വരിക. 2 + 1/8 അതായത് 17/8 കിട്ടും. സോ പ്ലസ് 17/8 ആണ് വരിക. 17/8 z⁻⁻2 പ്ലസ് അടുത്ത ടേമുകൾ നോക്കുക. z⁻⁻3യുടെ 2 ഉണ്ടായിരിക്കും. സോ 1/2 1/4 അത് 3/4 z⁻⁻3 ആണ് വരിക. ലാസ്റ്റ് അത് പറഞ്ഞേ ഉള്ളൂ, z⁻⁻4. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാം, നടുവിൽ തുറന്ന് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് എന്തായാലും സിമെട്രി വരണം. അപ്പോൾ 3/4 ആണ്, 3/4 ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇത് എന്താണ്, സിമെട്രിക് ആണ്. ഇപ്പോൾ ലീനിയർ ഫേസ് എന്തായാലും കിട്ടണമല്ലോ. അപ്പോൾ അത് ഇനി റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. എത്രയാണ് സെറ്റിന്റെ മൈനസ് പവർ വരുന്നത് അത്രയും നമ്മൾ എന്ത് വരയ്ക്കുക, ജസ്റ്റ് റെക്ടാങ്കുലർ ബ്ലോക്കുകൾ സീരീസ് ആയിട്ട് വരച്ച് വെക്കുക.
അതാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യാനുള്ളൂ. അതിൽ നമ്മൾ എന്ത് എഴുതുക, z⁻⁻1 നമ്മുടെ ഡിലേ എലമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എത്ര എണ്ണം വേണം എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു. എന്താ എത്രയാണ് സെറ്റിൻ്റെ മൈനസ് പവർ വരുന്നത്? ഇപ്പോൾ ഇവിടെ -4 വരുന്നത്. അപ്പോൾ ഇത് എത്ര എണ്ണം വേണം? 4 എണ്ണം വേണം. ഇത് നാലാമത്തെ ഇത്രണ്ണം മതി. ലാസ്റ്റത്തേൽ നിന്ന് എനിക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ആവശ്യമില്ല. പിന്നെ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാ, ഇവിടെ x(n) ആണ് അല്ലേ. ഇത് ശരിക്കും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇൻവേഴ്സ് എടുത്ത് എഴുതണം. അതായത് ഇത് y(z) x(z) എന്നുള്ള ഫോർമാറ്റിലാണ്. ഇത് അങ്ങോട്ട് പ്രൊഡക്റ്റ് എടുത്ത് ഇൻവേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y(n) കിട്ടും. y(n) ഈക്വൽ ടു എന്താ വരിക? x(n) പ്ലസ് 3/4 x(n-1) പ്ലസ് 17/8 x(n-2) പ്ലസ് 3/4 x(n-3) പ്ലസ് x(n-4). ഈ രീതിയിലാണ് വരിക. ഇത് ശരിക്കും ഒരു സ്റ്റെപ്പും കൂടിയും എഴുതാൻ വേണമെങ്കിൽ അതും കൂടിയും ജസ്റ്റ് ഞാനിവിടെ ചെയ്യാം. അതൊന്ന് ചെയ്ത് വയ്ക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെയാണല്ലോ ഇത് കമ്പൈൻ ചെയ്യുന്നത്. അതായത് ഫസ്റ്റും ലാസ്റ്റും കൂടിയിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ആ ഗ്രൂപ്പിങ്ങുകൾ അവിടെ കാണിച്ചു വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാ? x(n) പ്ലസ് x(n-4). കാരണം സെയിം കോഎഫിഷ്യൻസ് ആയിരിക്കും. അതാണ് ലീനിയർ ഫേസിൽ മൾട്ടിപ്ലിക്കേഷനും അഡീഷൻ വിത്ത് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലൈസ് ആണ്. അടുത്ത 3/4 കോഎഫിഷ്യൻറ്റ് വരുന്നത് x(n-), ഫസ്റ്റും ലാസ്റ്റും വരും, സെക്കൻഡ് ലാസ്റ്റും വരും. അത്ര തന്നെയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. x(n-3). ഇപ്പം ഇതിങ്ങനെ എഴുതണം എന്നില്ല, നമുക്ക് ഡയറക്റ്റ് അതിൽ തന്നെ റിയലൈസ് ചെയ്യാവുന്നതാണ്. ഒരെണ്ണം മാത്രം ഇവിടെ ഒറ്റയ്ക്ക് വരും. ഇപ്പോൾ എല്ലാ കേസും ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരെണ്ണം വരണം നിർബന്ധമില്ല. ചിലപ്പോൾ രണ്ടുപേര് സിമിലർ ആയിട്ട് 17/8ഉം 17/8ഉം തന്നെ വരാം. ഇവിടെ ഇപ്പോൾ z⁻5 വരെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അപ്പോൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, കമ്പൈൻ ചെയ്യാം. ഇതിപ്പോൾ x(n) ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ വരാൻ പോകുന്നത് എന്തായിരിക്കും? x(n-1), x(n-2), x(n-3), x(n-4) ആണ്. ഇപ്പോൾ ജസ്റ്റ് ഇതിനനുസരിച്ച് കമ്പൈൻ ചെയ്യുക. സോ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിനെന്താണോ മൾട്ടിപ്ലൈ ആണല്ലോ വെച്ച് മൾട്ടിപ്ലൈ. ഇവിടെ ജസ്റ്റ് 1 ഉള്ളൂ. ഇതിൽ 3/4 ഉണ്ട്, മറ്റൊരു 17/8. അപ്പോൾ ഫസ്റ്റത്തേന്നും നമ്മൾ എന്ത് ചെയ്യുക? അതായത് ജസ്റ്റ് അവിടുന്ന് താഴോട്ട് ലൈൻ എടുക്കുക. ഓക്കെ, അതേപോലെ ഇവിടുന്ന് എടുക്കുക. ലാസ്റ്റ് ഇതിൻ്റെ അവിടുന്ന് എടുക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് ജസ്റ്റ് ആഡ് ചെയ്ത് വയ്ക്കണം. അതേപോലെ ഇനി എളുപ്പമാണ്. സെക്കൻഡിൻ്റെ അവിടെ നിന്ന് എടുക്കുക. എവിടെ നിന്ന് എടുക്കുക? സെക്കൻഡ് ലാസ്റ്റ് വണ്ണിൻ്റെ അവിടെ നിന്ന് എടുക്കുക. സമ്മിങ് ബ്ലോക്ക്, അതായത് ഇത് ഉദ്ദേശിക്കുന്നത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ n-1ഉം n-3 അല്ലേ. n-1 n-3 എടുത്തു. അത് ആ ഇക്വേഷൻ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ എടുത്ത് ചെയ്യാവുന്നുള്ളൂ. അടുത്തിവിടെ ഒന്നുമില്ല, നടുവിൽ വേറെ ഒന്നുകൊണ്ട് അതിൻ്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എടുക്കേണ്ടി വന്നേ. ഇവിടെ ഇപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആയതുകൊണ്ട് അങ്ങനെ ഒരെണ്ണം വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇങ്ങനെ കൊടുന്ന് വയ്ക്കാന്നില്ല. ഇനി ഫൈനലി വേണ്ടത് നമുക്ക് ഇതിനൊക്കെ ചിലതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഏതാ? ഇതിൻ്റെ ഔട്ട്പുട്ടിന് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് ഒരു ഇതുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് അവസാനം സം ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫൈനൽ ഒരു കോമൺ സമ്മിങ് ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഇതിലേക്ക് ഈ ഓരോ എലിമെൻസും ഇതും ഇങ്ങോട്ട് എത്തണം. ഇതൊരെണ്ണം ഇവിടുന്ന് എത്തണം, പിന്നൊന്ന് ഇവിടെ നിന്ന് എത്തണം, പിന്നൊന്ന് നമ്മളുടെ ഇതങ്ങോട്ട് എത്തണം. ഓക്കെ, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാ? 1 വെച്ചിട്ട് അല്ലേ. അടുത്തതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാ? 3/4 വെച്ചിട്ട്. ലാസ്റ്റത്തെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 17/8 വെച്ചിട്ട്. ഇപ്പോൾ ഇത്രയും എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y(n) കിട്ടും. അതായത് ഈ ഇക്വേഷൻ നമ്മളവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് മാത്രമേ. ഇപ്പോൾ എത്രയാണ് അതിൽ ചെയ്യാനുള്ളൂ? സംഭവം സിമ്പിളാണ്. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലൈസ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഫേസ് റിയലൈസേഷൻ എന്ന് പറയുന്നതിനാണ് ഒരു മാർക്ക്. പിന്നെ ഈ ജസ്റ്റ് ഒന്ന് എഴുതുന്നതിനായിരിക്കും 1-2 മാർക്ക്, റിയലൈസേഷൻ ആവും ബാക്കി മാർക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സംഭവം വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ഡയറക്റ്റ് ഫോം 2 ആൻഡ് കാസ്കേഡ് റിയലൈസേഷൻ. ഇപ്പോൾ ഒബ്റ്റെയിൻ ഡയറക്റ്റ് ഫോം 2 കാസ്കേഡ് റിയലൈസേഷനും ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞിട്ട് എന്താ പറയുക,
10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. 5 മാർക്ക് ഡയറക്റ്റ് ഫോം 2നും കാസ്കേഡിനും 5 മാർക്ക്. ഇപ്പോൾ സിമ്പിളാണ്. ജസ്റ്റ് നമുക്കവിടെ റിയലൈസേഷൻ ചെയ്യാൻ വേണ്ടുള്ളൂ. ഇപ്പോൾ റിയലൈസേഷൻ ചെയ്യാൻ നമുക്കറിയാം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ പോരാ, ഇതിനെ എന്താക്കി മാറ്റേണ്ടി വരും, വൈ ഓഫ് സെറ്റ് ആക്കി മാറ്റേണ്ടി വരും. ഇപ്പോൾ ടേക്കിംഗ് സെറ്റ് ട്രാൻസ്ഫോം എടുക്കുക, എന്ത് എഴുതുക, ഓൾറെഡി ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. വൈ ഓഫ് സെറ്റ് ഈക്വൽ ടു എന്ത് വരും, എക്സ് ഓഫ് സെറ്റ് പ്ലസ് 2 z റേസ് ടു -1 എക്സ് ഓഫ് സെഡ് വരും. കാരണം അവിടെ n-1 ഉണ്ട്, പ്ലസ് 1/2 z റേസ് ടു -1 y ആണ്, y ഓഫ് സെഡ് മൈനസ് 1/2 z റേസ് ടു -2 y ഓഫ് സെഡ്. വൈയുടെ ടേമുകൾ ഒരു ഭാഗത്തേക്ക് ആക്കുക, എക്സിൻ്റെ ആക്കുക, y/x കാണുക എന്നുള്ളതാണ്. സോ h ഓഫ് സെഡ്, അത് ഞാൻ അവിടെ സ്റ്റെപ്പ് ചെയ്യുന്നില്ല. h ഓഫ് സെഡ് ഈക്വൽ ടു എന്ത് വരും, y ഓഫ് സെഡ് ബൈ x ഓഫ് സെഡ് ആണ്. അപ്പോൾ ഇവിടെ 1 പ്ലസ് 2z raised to -1 divided by 1 minus 1/2 z raised to -1 plus 1/2 z raised to -2. ഇത്രയാണ് വരിക. ഇതെന്ന് വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, കാസ്കേഡും ഡയറക്റ്റ് ഫോം 2. ഡയറക്റ്റ് ഫോം 2 ചെയ്യാൻ ജസ്റ്റ് അതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ ഡിസ്കസും ചെയ്യുന്നില്ല. ഡയഗ്രാം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഡയറക്റ്റ് ഫോം 2 ആണ്, സെറ്റിൻ്റെ മൈനസ് പവർ മാക്സിമം എത്ര നോക്കുക, അത്രയും എന്താ സെറ്റ് റേസ് ടു -1 ബ്ലോക്സ് എങ്ങോട്ട് വരയ്ക്കുക, താഴോട്ട് വരയ്ക്കുക. ഓക്കെ, സെറ്റ് റേസ് ടു -1. ഇത് തന്നെ നമ്മൾ എന്തുകൂടി വരയ്ക്കേണ്ടി വരും, ഒരെണ്ണം കൂടി താഴേക്ക് വരയ്ക്കുക. അപ്പോൾ 2 ആണെങ്കിൽ 2 സെറ്റ് റേസ് ടു -3 ഉണ്ടെങ്കിൽ എത്രണ്ണം വരയ്ക്കേണ്ടി വരും, 3 വരയ്ക്കേണ്ടി വരും. ഇപ്പോൾ ആകെ 2 സെറ്റ് റേസ് ടു -2 ഉള്ളൂ. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 2 താഴേക്ക് വരച്ചാൽ മതി. ഇനി എളുപ്പമാണ്, ഇതിൻ്റെ ന്യൂമറേറ്റർ ഏത് സൈഡിലോട്ട് പോകും, റൈറ്റ് സൈഡിലോട്ട് വിത്തൗട്ട് സൈൻ ചെയിൻ. ഡിനോമിനേറ്റർ ലെഫ്റ്റ് സൈഡിലോട്ട്. ന്യൂമറേറ്റർ ഇതൊക്കെയാണ് ഓർത്ത് വയ്ക്കേണ്ടത്, ഓൾറെഡി നമ്മളത് അതിൻ്റെ പറഞ്ഞിട്ടുള്ളതാണ്. ന്യൂമറേറ്റർ ടു ദ റൈറ്റ്, ഡിനോമിനേറ്റർ ടു ദ ലെഫ്റ്റ്. ഇപ്പോൾ ടു ദ റൈറ്റ് ആണ് ന്യൂമറേറ്റർ, ഇപ്പോൾ ഇങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്. 1 എത്രയാണ്, വാല്യൂ 1. അടുത്തത് ഇവിടെ നിന്നാണ്, വാല്യൂ എത്രയാണ് നോക്കുക, 2. കോഎഫിഷ്യൻ്റ് ആണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ. ഇത് 1, ഇത് 2. ഓക്കെ, ഇതിവിടെ ആകെ 2 ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു സമ്മിങ് ബ്ലോക്ക് ഉണ്ടായിരിക്കും, അതിലോട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് കണക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇവിടെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടേണ്ടത്, ഏത് y ഓഫ് n വരേണ്ടത്. ഇതിൻ്റെ ബാക്കി ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഡിനോമിനേറ്റർ വരേണ്ടത്. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, കോമൺ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ഈ ഡയറക്ഷനിലാണ് 1 വരിക, ഇത് ഈ 1. ഇനിയുള്ളതിൻ്റെ ഒക്കെ മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കണം, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കണം. അത് ലെഫ്റ്റ് ഡയറക്ഷനിലോട്ട് വേണം ആരോസ് വരണം. ഇത് എന്താ അവിടെ -1/2 ആണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും, 1/2 ആയി മാറും. അടുത്തത് +1/2 ആണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും, -1/2 ആയിട്ട് മാറും. ഇനി ഇതിനെ എന്ത് ചെയ്യുക, ഇവിടെ സമ്മിങ് ബ്ലോക്കുകൾ വെച്ചിട്ടുണ്ടാവണം, അതിലേക്ക് കൊടുന്ന് കണക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ആഡ് ചെയ്തു, ഇതിൽ ആഡ് ചെയ്തു. ഇവിടെ നമ്മളുടെ എന്തുണ്ട്, എക്സ് ഓഫ്. ഇത്രയേ ഉള്ളൂ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ ഇനി കാസ്കേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, താഴത്തെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് എടുക്കുക കാൽക്കുലേറ്ററിൽ വെച്ചിട്ട്, എന്നിട്ട് 2 സ്പ്ലിറ്റ് ചെയ്യുക. ഏത് ഫോമിലേക്ക് ആക്കുക, h1z ഇൻറ്റു h2z. ആ h1z-നെ h2z-നെയും ഡയറക്റ്റ് ഫോം വെച്ചിട്ട്, ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ട് റിലൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ മുന്നത്തെ വീഡിയോസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ പാർട്ട് ബി കഴിഞ്ഞു. നെക്സ്റ്റ് പാർട്ട് സി ആണ്. പാർട്ട് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്റർ ഡിസൈൻ ആണ്. IAR FIR അതാണ് വരിക. എന്തായാലും ഫിൽറ്റർ ഡിസൈൻ ക്വസ്റ്റ്യൻസ് അവിടെ എന്തായാലും ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓർഡർ ഓഫ് ബട്ടർവർത്ത് ഫിൽറ്റർ that has -2 dB pass band attenuation at a frequency 20 radian per second, at least -10 dB stop band attenuation at 30 dB per second, 30 radian per second. അപ്പോൾ ആൽഫ പിയും ഒമേഗ പിയും തന്നിട്ടുണ്ട്, ആൽഫ എസും ഒമേഗ എസും തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇക്വേഷനിൽ. അപ്പോൾ അത് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മാർക്ക് ഡിവിഷൻ കൂടി ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, എന്നിൻ്റെ ഇക്വേഷൻ എഴുതുന്നതിന്, എന്നിൻ്റെ നമ്മുടെ ലോഗ് ഇക്വേഷൻ എഴുതുന്നതിന് 2 മാർക്കാണ്. അതിൽ നിന്ന് 3 ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ കിട്ടുന്നതിന് ബാക്കി 3 മാർക്ക് വരുന്നത്. അപ്പോൾ സിമ്പിളാണ് ചെയ്യാം. നെക്സ്റ്റ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീഡ് ഡയഗ്രാംസ് എക്സ്പ്ലെയിൻ ഫ്രീക്വൻസി വാർപ്പിംഗ്, ഹൗ ഇറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഫ്രീക്വൻസി വാർപ്പിംഗും അത് എലിമിനേറ്റ് ചെയ്യാനുള്ള പ്രീ വാർപ്പിംഗും. അത് വിത്ത് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫ്രീക്വൻസി വാർപ്പിംഗ് 2 മാർക്ക്, ആ ഡയഗ്രത്തിനാണ് 1 മാർക്ക്. അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, പ്രീ വാർപ്പിംഗ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്. ആ പ്രീ വാർപ്പിംഗ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ ഒക്കെ എഴുതുന്നതാണ് 2 മാർക്ക്. അപ്പോൾ അത് നോക്കുക, വീഡിയോ സംശയമുള്ള ഒരു വീഡിയോ കാണും. ദെൻ ഫോർ ദ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of s equal to 2/s + 2 × s + 3
ഡിറ്റർമിൻ എച്ച് ഓഫ് സെറ്റ് യൂസിങ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് ഫോർ ടി ഈക്വൽ ടു 1. ജസ്റ്റ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പറ്റാവുന്നിടത്തോളം സിംപ്ലിഫൈ ചെയ്ത് വയ്ക്കുക. ടി ഈക്വൽ ടു 1 ആണ് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എഴുതുന്നതിനാണ് 1 മാർക്ക്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് 2 മാർക്ക്, ഫൈനൽ സിംപ്ലിഫൈ ചെയ്യുന്നതിന് അപ്പോൾ അത് ഒരുവിധം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ നമുക്ക് അവിടെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ ലോ പാസ് ഫിൽറ്റർ ഈസ് ഗിവൺ ബിലോ. എച്ച് ഡി ഓഫ് ഒമേഗ തന്നിട്ടുണ്ട് -π/4 to π/4 ബാക്കി 0 ആണെന്നുള്ളതും. അപ്പോൾ ഇത് ജസ്റ്റ് ഫിൽറ്റർ കോഎഫിഷ്യൻസ് കാണാനാണ്. യൂസിങ് റെക്ടാങ്കുലർ വിൻഡോ ആണ്, സിമ്പിൾ ആണ്. നമുക്ക് റെക്ടാങ്കുലർ വിൻഡോ വെച്ചിട്ട് ഫിൽറ്റർ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി മുന്നത്തെ. അപ്പോൾ അതിൻ്റെ മാർക്ക് ഡിസൈഡ് ഫിൽറ്റർ കോഎഫിഷ്യൻസ് ഉണ്ട്. വിൻഡോ സീക്വൻസ് ജസ്റ്റ് എഴുതുന്നതിന് 1 മാർക്ക് ഉണ്ട്. ഫൈനൽ അതിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എടുക്കുന്നതിനാണ് 2 മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് അവിടെ എച്ച് ഓഫ് എൻ കാണുക എന്നുള്ള ഒരു എച്ച് ഡി ഓഫ് എൻ കാണുക, പ്രോഡക്റ്റ് എടുക്കുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ദെൻ using frequency sampling method, design an FIR low pass filter with omega c for n equal to 15. അപ്പോൾ അവിടെ തന്നിട്ടുണ്ട് എൻ്റെ വാല്യൂ. അപ്പോൾ അതിനനുസരിച്ച് ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡാണ് നമ്മളുടെ ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ്. അപ്പോൾ ആദ്യം എച്ച് ഓഫ് കെ എഴുതുക, അതിൽ നിന്ന് എച്ച് ഓഫ് എൻ, അതിൽ നിന്ന് അവസാനം ആൻസറും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. ചെയ്ത് നോക്കിക്കോളാം ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ക്വസ്റ്റ്യനും കൂടിയും പറയാം. കട്ട് ഓഫ് ഫ്രീക്വൻസി അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പാർട്ട് സി. ദെൻ പാർട്ട് ഡി. പാർട്ട് ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൈറ്റ് വേർഡ് ലെങ്ത് എഫക്റ്റും ഡി എസ് പി പ്രോസസ്സേഴ്സും ആണ്. ഇപ്പോൾ ഡി എസ് പി പ്രോസസ്സർ എന്തായാലും തീരെ ചോദിക്കാനുള്ളൂ. ഫൈനൈറ്റ് വേർഡ് ലെങ്ത് എഫക്റ്റിൽ നിന്ന് പ്രോബ്ലംസ് വരാം നമ്മുടെ ഓരോ എററുകളുടെ ബേസിൽ. പിന്നെ സ്കെയിലിങ്ങിൻ്റെ വരാം, ലിമിറ്റ് സൈക്കിൾ, ഇത്രയും കാര്യങ്ങളാണ് പ്രോബ്ലംസ് വരാം. സോ ഫൈൻഡ് ദ എഫക്ട് ഓഫ് കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷൻ ഓൺ പോൾ ലൊക്കേഷൻസ് of the given IAR system when it is realized in cascade form. Cascade form എന്ന് പറയുന്നത് അസിമഫ് വേർഡ് ലെങ്ത് ഓഫ് 3 ബിറ്റ്സ് എക്സ്ക്ലൂഡിങ് സൈൻ ബിറ്റ്. അപ്പോൾ മൊത്തം 4 ബിറ്റ്സ് എച്ച് ഓഫ് സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തന്നിട്ടുള്ള ഇക്വേഷൻ്റെ ആദ്യം പോൾസ് കണ്ടുവയ്ക്കുക. എന്നിട്ട് അടുത്തത് എന്ത് ചെയ്യുക, ക്വാണ്ടൈസേഷൻ ചെയ്യുക. 0.8നെയും 0.15നെയും എത്ര ബിറ്റ്സിലേക്കായിട്ട് 4 ബിറ്റ്സ് ഇൻക്ലൂഡിങ് സൈൻ ബിറ്റ്. എന്നിട്ട് അത് വെച്ചിട്ടുള്ള പോൾസ് കാണുക, രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പറയാം. പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്, അങ്ങനത്തെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ കാണാം. സോ ഒബ്റ്റെയിൻ ദ കാസ്കേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ആദ്യം കാസ്കേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എത്തിക്കണം, 2 മാർക്ക്. ദെൻ ട്രങ്കേഷൻ ഓഫ് 2 കോഎഫിഷ്യൻസ് കൺവേർട്ടിങ് ബൈനറിയിൽ കൺവേർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ അതിന് 3 6 മാർക്ക് അവിടെയാണ്. ഫൈൻഡിങ് എച്ച് ഓഫ് സെഡ് അതിന് 2 മാർക്ക്. ഇതിലൊക്കെ കമൻറ്റും കൂടി എഴുതണം, അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഫൈനൽ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ഫോർ ദ following first order IAR filter with difference equation y of n equal to x of n plus q of a y of n minus 1 if a equal to -1/3 and input x of n equal to 0.875, n equal to 0, x of 0 equal to 0.875, x of n equal to 0 for n not equal to 0, ബാക്കി വാല്യൂസിന് 0 ആണ്, and y of -1 equal to 0. The data register length is 4 bits including sign bit. q dot x represent rounding ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ 3 ബിറ്റിലോട്ടാണ്, 4 ബിറ്റ്സ് ഇൻക്ലൂഡിങ് സൈൻ ബിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് വൈ ഓഫ് എൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിമിറ്റ് സൈക്കിളിൻ്റെ പ്രോബ്ലം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഓരോ വാല്യൂ ഇട്ടിട്ട് തുടങ്ങുക. എന്നിന് 0 ഇട്ടിട്ട് കാണുക, ക്വാണ്ടൈസ് ചെയ്യാനുള്ളത് ക്വാണ്ടൈസ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് എന്താണ് പുതിയ വാല്യൂ വരുന്നത് നോക്കുക. അതൊരു ടാബുലർ ഫോമിലാണ് നമ്മളവിടെ ചെയ്തത്. 5 മാർക്കിനേ ഉള്ളൂ. അപ്പോൾ ആ ഫോമിൽ ചെയ്യുക, എന്നിട്ട് ഫൈനൽ കമൻറ്റ് ചെയ്യേണ്ടി വരും. സോ കമ്പ്യൂട്ടിങ് വൈ ഓഫ് 0 2 മാർക്ക്, വൈ ഓഫ് 1, വൈ ഓഫ് 2, വൈ ഓഫ് 3 അതിനൊക്കെ അപ് ടു n equal to 5 വരെ. അപ്പോഴാണ് അതിൽ ഇത് വരിക ലിമിറ്റ് സൈക്കിൾ, അതിന് 2 മാർക്ക്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ y of 0 കണ്ടാൽ തന്നെ 2 മാർക്ക് വരുന്നുണ്ട്. 8% ലിമിറ്റ് സൈക്കിൾ ഉണ്ട് എന്ന് പറയുന്നത് 1 മാർക്ക്. അപ്പോൾ ഈ 4 5 ചെയ്യുന്നതിന് വെറും 2 മാർക്കുള്ളൂ. y of 0 മാത്രം ചെയ്യുമ്പോഴേക്കും തന്നെ 1 മാർക്ക് കിട്ടും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒഴിവാക്കരുത്, അത് ചെയ്യുക. സിമ്പിളാണ് ലിമിറ്റ് സൈക്കിളിൻ്റെ, ജസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ടായാൽ മതി. ഓക്കെ, ദെൻ ഹൗ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഓഫ് TMS 320 C24X processor are classified. Classification detailed പറഞ്ഞിട്ടുള്ളതാണ്, വീഡിയോ നോക്കുക. സോ എക്സ്പ്ലനേഷൻ ഓഫ് എനി 3 ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് മതി, അതിന് 5 മാർക്ക്. ദെൻ വിത്ത് ദ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ മെയിൻ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് TMS 320 C24X processor. ഇപ്പോൾ TMS 320യുടെ ബ്ലോക്ക് ഡയഗ്രാം, ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിടെക്ചർ. അപ്പോൾ ആ ബ്ലോക്ക് ഡയഗ്രത്തിനാണ് ഇവിടെ മെയിൻ വാല്യൂ. 6 മാർക്ക്. ജസ്റ്റ് നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം വരച്ചാൽ തന്നെ കിട്ടും. ഡയഗ്രാം 6 മാർക്ക്, എക്സ്പ്ലനേഷൻ 4 മാർക്കാണ്. ഇപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പോൾ പല ക്വസ്റ്റ്യൻസും ഇതിന് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ സെയിം തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വിത്ത് ഫംഗ്ഷൻ മാറ്റേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ നോക്കി പഠിക്കുക.